സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഗാസയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ്. എന്നാൽ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചയുടെ ഗതി തന്നെ മാറ്റിമറിച്ച് ഹമാസ് ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. തങ്ങൾ ആയുധങ്ങൾ കുഴിച്ചിടാം, പക്ഷേ പൂർണ്ണമായി അടിയറവ് പറയില്ല എന്നാണ് ഹമാസ് പറയുന്നത്. ഇസ്രായേൽ തള്ളുന്നുവെങ്കിലും ഹമാസിന്റെ ഈ നിർദ്ദേശം അമേരിക്കയെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. അതിന് കാരണം തുർക്കിയുടെ ചില നയതന്ത്ര നീക്കങ്ങളാണ്, അവരുടെ ലക്ഷ്യങ്ങളാണ്. ഈ നീക്കത്തിലൂടെ ഹമാസും തുർക്കിയും എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന പ്രധാന ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെടിനിർത്തൽ നിർണായകമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് തുർക്കിയെ കൂട്ടുപിടിച്ച് ഹമാസ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഗാസ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തെ കാത്തിരിക്കുന്നത് അഗ്നിപരീക്ഷകളാണ് എന്ന് പറയാം. ഹമാസ് വിദേശകാര്യ മേധാവി ഖാലിദ് മിഷേൽ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ നിർദ്ദേശം വിശദമായി നമുക്ക് പരിശോധിക്കാം. വെടിനിർത്തലിന് ഹമാസ് തയ്യാറാണ്, അതാണ് അവർ പറയുന്ന കാര്യങ്ങൾ. അതായത് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 7 വർഷം മുതൽ 10 വർഷം വരെയുള്ള കാലയളവിൽ വെടിനിർത്തലിന് തയ്യാറാണ്. ഈ സമയത്ത് ഹമാസിന്റെ പക്കലുള്ള ആയുധങ്ങൾ പൂർണ്ണമായി ഒളിപ്പിച്ചു വയ്ക്കും, ഉപയോഗിക്കില്ല, പകരം കുഴിച്ചിടും, അത് ഉറപ്പു തരാം. പക്ഷേ ആയുധം പൂർണ്ണമായും ഇസ്രയേലിന് കൈമാറുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത് സംഘടനയുടെ ആത്മാവിനെ ബാധിക്കുന്ന കാര്യമാണ് എന്നും മിഷേൽ പറയുന്നു. ആയുധം ഉപയോഗിക്കില്ല എന്നതിന് വ്യക്തമായ ഉറപ്പ് നൽകാമെന്നാണ് ഹമാസ് നേതാവിന്റെ വാക്കുകൾ. ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയും അന്താരാഷ്ട്ര സേനയുടെയോ മധ്യസ്ഥ രാജ്യങ്ങളുടെയോ മേൽനോട്ടത്തിൽ ദീർഘകാല വെടിനിർത്തൽ ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ ആയുധങ്ങൾ ഫ്രീസ് ചെയ്യുന്ന കാര്യം, അതായത് ഉപേക്ഷിക്കുന്ന കാര്യം അല്ലെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കുന്ന കാര്യം നടപ്പാക്കൂ എന്നും മിഷേൽ പറയുന്നു. ഗാസയിൽ ലെബനോൻ മാതൃകയിൽ അന്താരാഷ്ട്ര സമാധാന സേന വരുന്നതിനെ ഹമാസ് എതിർക്കുന്നില്ല. ഈ സേന വഴി ഗാസയിൽ സമാധാനം ഉണ്ടാകുമെന്ന് ഹമാസ് വിശ്വസിക്കുന്നു. ടെക്നോക്രാറ്റുകളുടെ സമിതിക്ക് ഗാസ ഭരണം കൈമാറുന്നതിലും ഹമാസിന് എതിർപ്പില്ല. ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം സംബന്ധിച്ച് മാത്രമാണ് തങ്ങൾക്ക് എതിർപ്പുള്ളതെന്നും മിഷേൽ പറയുന്നു. ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയ്ക്കിടെ ഹമാസ് നേതാക്കൾ നിരായുധീകരണം സംബന്ധിച്ച ഈ പുതിയ നിർദ്ദേശം ഔദ്യോഗികമായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ, അതായത് ഖത്തറും ഈജിപ്തും വഴി അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഹമാസിന്റെ പുതിയ നിർദ്ദേശത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണമായി തള്ളുകയാണ്. ബലം പ്രയോഗിച്ചു പോലും ഹമാസിന്റെ ആയുധങ്ങൾ പിടിച്ചെടുക്കണം എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അമേരിക്കയും ആ നിലപാടിൽ തന്നെയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആയുധങ്ങൾ സൂക്ഷിക്കുക എന്നത് ഭാവിയിൽ വീണ്ടും സായുധരാകാനുള്ള ഹമാസിന്റെ പഴുതാണ് എന്നാണ് ഇസ്രായേൽ ഭയപ്പെടുന്നത്. ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നും ആവശ്യപ്പെട്ട സമയപരിധിക്കുള്ളിൽ നിരായുധീകരണം നടന്നില്ല എങ്കിൽ ഏകപക്ഷീയമായി സൈനിക നടപടി സ്വീകരിക്കുമെന്നും ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ട്രംപ് ഭരണകൂടത്തിലും തുർക്കിയിലുമാണ് ഹമാസിന്റെ പ്രതീക്ഷ. തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ സഹായത്തോടെ ട്രംപിനെ കൊണ്ട് ഈ നിർദ്ദേശം അംഗീകരിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഹമാസ് നേതാക്കൾ വെച്ചു പുലർത്തുന്നത്. അതിനുള്ള നീക്കങ്ങൾ തുർക്കി തുടങ്ങിക്കഴിഞ്ഞു എന്നും സൂചനയുണ്ട്. ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം തുർക്കിയുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ടതാണ് എന്നാണ് വ്യക്തമായ സൂചന. ഇത് കേവലം ഹമാസിന്റെ മാത്രം തീരുമാനമല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. മറിച്ച് തുർക്കിയുടെയും ഖത്തറിന്റെയും അറിവോടെയുള്ള നയതന്ത്രപരമായ നീക്കമാണ് എന്ന വിലയിരുത്തലാണ് വരുന്നത്. കാരണം ഹമാസിന്റെ ആയുധങ്ങൾ ഫ്രീസ് ചെയ്യാമെന്ന ആശയം ഖത്തറും തുർക്കിയും ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത നിർദ്ദേശത്തിലും ഉണ്ടായിരുന്നു. ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പകരം അന്താരാഷ്ട്ര നിരീക്ഷണത്തിലോ പലസ്തീൻ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലോ നിശ്ചിത കാലയളവിലേക്ക് ആയുധങ്ങൾ സൂക്ഷിക്കാമെന്ന ആശയമാണ് തുർക്കിയും ഖത്തറും മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, തുർക്കി വിദേശകാര്യമന്ത്രി ഹാക്കൻ ഫിദാൻ പറഞ്ഞത് ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് ആവരുത് സമാധാന പ്രക്രിയയുടെ ആദ്യ പടി എന്നാണ്. ആദ്യം ഗാസയിൽ ഭരണ സംവിധാനം കൊണ്ടുവരികയും അതിനുശേഷം ആഭ്യന്തര സുരക്ഷയ്ക്കായി പലസ്തീൻ പോലീസ് സേനയെ സജ്ജമാക്കുകയുമാണ് വേണ്ടതെന്ന നിലപാടാണ് തുർക്കിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ പുതിയ നീക്കം എല്ലാം ഇസ്രയേലിന്റെ വഴിക്ക് പോകാൻ പാടില്ല എന്ന തുർക്കിയുടെ തീരുമാനത്തിന്റെ ഭാഗമാണ്. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ഇസ്രയേലിന്റെ ലക്ഷ്യത്തെ നയതന്ത്രപരമായി നേരിടാനുള്ള നീക്കമാണ് തുർക്കി നടത്തുന്നത് എന്നും പറയാം. ഈ നിർദ്ദേശത്തിലൂടെ തങ്ങൾ എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ ഹമാസിന് സാധിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് തുർക്കി ഉദ്ദേശിക്കുന്നത്. അതായത് ഹമാസിന്റെ പൂർണ്ണമായ ഉന്മൂലനം അനുവദിക്കില്ല എന്ന നിലപാടാണ് തുർക്കിക്കുള്ളത്. മാത്രമല്ല, ഭാവി പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമായി മാത്രമേ ഹമാസിന്റെ നിരായുധീകരണം സാധ്യമാകൂ എന്നും തുർക്കി വാദിക്കുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം
അറബ് രാഷ്ട്രങ്ങൾക്കപ്പുറം ഇസ്ലാമിക രാജ്യങ്ങളുമായുള്ള പാലമാണ് തൊയ്ബ് എർദോഗൻ അല്ലെങ്കിൽ തുർക്കിയുടെ പ്രസിഡന്റ്. പല നിർണായക ചർച്ചകളിലും അമേരിക്കയെ സഹായിക്കുന്നത് തുർക്കിയാണ്. വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിനെ മെരുക്കാൻ കഴിഞ്ഞത് എർദോഗന്റെ ഇടപെടൽ കാരണവുമാണ്. അതുവരെ ചർച്ചകളിൽ നിസ്സഹരിച്ച ഹമാസ് തുർക്കി മധ്യസ്ഥ ചർച്ചയിലേക്ക് വന്നതിന് ശേഷമാണ് സമവായത്തിലേക്ക് എത്തിയതും സമാധാന കരാർ പ്രാവർത്തികമായതും. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും അംഗീകരിക്കാതിരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അന്താരാഷ്ട്ര സേനയും ടെക്നോക്രാറ്റ് ഭരണവും അടക്കമുള്ള ബാക്കി എല്ലാ അമേരിക്കൻ നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിക്കുമ്പോൾ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു നിർദ്ദേശം പരിഗണിക്കണമെന്നാണ് തുർക്കിയുടെ ആവശ്യം. വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം വളരെ ദുർബലമാണ് എന്നും വെടിനിർത്തൽ തുടങ്ങിയതിന് ശേഷം ഇസ്രയേൽ 700-ലധികം തവണ അത് ലംഘിച്ചു എന്നും തുർക്കി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഇസ്രയേൽ ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങളുടെ സ്വതന്ത്രമായ ഒഴുക്ക് അനുവദിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകൾ താൽക്കാലികമായ കൂടാരങ്ങളിൽ മാത്രം ആശ്രയിച്ച് കഷ്ടത അനുഭവിച്ച് ജീവിക്കുകയാണ്. ഇതെല്ലാം കണക്കിലെടുക്കണം എന്നാണ് തുർക്കിയുടെ ആവശ്യം. ഇതെല്ലാം കൊണ്ട് തന്നെ ഹമാസിന്റെ നിർദ്ദേശത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പാണ് അമേരിക്കയ്ക്ക് മുന്നിലെ വെല്ലുവിളി. അതേസമയം തുർക്കിയുടെ ആവശ്യം അമേരിക്കയെ കൺഫ്യൂഷനിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ വിഷയത്തിലുള്ള തുർക്കിയുടെ ഇടപെടലിനെ വളരെ കരുതലോടെയാണ് ഇസ്രയേൽ നോക്കിക്കാണുന്നത്. തുടർച്ചയായി ഗാസ വിഷയത്തിൽ തുർക്കി ഇടപെടുന്നത് ഇസ്രയേലിന് അത്രയ്ക്ക് ദഹിക്കുന്ന കാര്യവുമല്ല. അതിനിടയ്ക്ക് ഗാസയിലെ അന്താരാഷ്ട്ര സേനയിൽ തുർക്കിയെ ഉൾക്കൊള്ളിക്കണമെന്ന ആവശ്യം അമേരിക്ക വീണ്ടും മുന്നോട്ട് വെച്ചതും ഇസ്രയേലിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അമേരിക്ക ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദമാണ് ഇസ്രയേലിന് മുകളിൽ ചെലുത്തുന്നത്. തുർക്കിയുടെ സൈനിക ശേഷിയും ഹമാസുമായുള്ള ചർച്ചാ സാധ്യതകളും കണക്കിലെടുത്ത് അവരുടെ പങ്കാളിത്തം സമാധാന ശ്രമങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന കാര്യമാണ് അമേരിക്ക ഇസ്രയേലിനെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനിടയ്ക്കാണ് ഹമാസിന്റെ നിർദ്ദേശവുമായി തുർക്കി അമേരിക്കയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഹമാസിന്റെ പുതിയ നീക്കം സൈനിക വിട്ടുവീഴ്ച എന്നതിലുപരി തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമായാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. അത് നിലനിൽപ്പിനായുള്ള തന്ത്രമാണ്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ഇസ്രയേൽ ലക്ഷ്യത്തെ മറികടന്ന് തങ്ങളുടെ അസ്തിത്വം നിലനിർത്താനാണ് ഹമാസ് ശ്രമിക്കുന്നത്. മാത്രമല്ല, ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാത്തിടത്തോളം കാലം ഭാവിയിൽ ഇസ്രയേലുമായി ഉണ്ടായേക്കാവുന്ന ഏത് ചർച്ചകളിലും തങ്ങൾക്ക് വിലപേശൽ ശക്തി ഉണ്ടാകുമെന്ന് ഹമാസ് കണക്കാക്കുന്നു. പൂർണ്ണമായ നിരായുധീകരണം സംഭവിച്ചാൽ പിന്നീട് ഇസ്രയേൽ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഹമാസിന് ആശങ്കയുണ്ട്. ഈ നിർദ്ദേശത്തിലൂടെ ചർച്ചകൾക്ക് തടസ്സം നിൽക്കുന്നത് തങ്ങളല്ല എന്നും മറിച്ച് ഇസ്രയേലാണ് എന്നും അല്ലെങ്കിൽ ഇസ്രയേലിന്റെ കടുംപിടുത്തമാണ് എന്നും ലോകത്തിന് മുന്നിൽ കാണിക്കാനും ഹമാസിന് കഴിയുന്നു. അതുവഴി ഇസ്രയേലിന് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം കൂട്ടാമെന്നാണ് ഹമാസിന്റെ കണക്കുകൂട്ടൽ. നെതന്യാഹു സർക്കാരിനുള്ളിൽ യുദ്ധം നിർത്തിയതിനെ ചൊല്ലി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹമാസിന്റെ പുതിയ നീക്കം ഇസ്രയേൽ സർക്കാരിനുള്ളിലെ ഭിന്നത കൂട്ടാൻ കാരണമായേക്കാം. തീവ്ര ജൂതപക്ഷം എതിർക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമുള്ള ഇസ്രയേലി പൊതുജനത്തിന്റെ ശ്രദ്ധ ഈ നിർദ്ദേശത്തിലേക്ക് കൊണ്ടുവരാനും ഹമാസ് ശ്രമിക്കുകയാണ്. എന്നാൽ ഹമാസ് നിർദ്ദേശത്തെ എന്തു വില കൊടുത്തും ചേർക്കുമെന്ന നിലപാടിലാണ് നെതന്യാഹു ഉള്ളത്. അതേസമയം തുർക്കിയും ഖത്തറും വഴി അമേരിക്കയെ കൊണ്ട് ഈ നിർദ്ദേശം അംഗീകരിപ്പിക്കാൻ കഴിയും എന്നാണ് ഹമാസിന്റെ പ്രതീക്ഷ. തുർക്കിയെ സംബന്ധിച്ച് ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെ എതിർക്കണമെന്നത് അവരുടെ നയതന്ത്ര നിലപാട് കൂടിയാണ്. രണ്ടാം ഘട്ട ചർച്ചയുടെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാനായി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.